ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വൈബ്സ് ടാലിയാർ. ഇന്ന് ഞങ്ങളുടെ ടെറസിലെ വൈബ്സാണ് കേട്ടോ കാണിക്കുന്നത്. ഞങ്ങൾക്ക് ചീര ഉണ്ട്, വെണ്ട ഉണ്ട്, വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട്. ചീര കണ്ടോ, നല്ല ഡബിൾ കളറൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ചീരയാണ്. അപ്പോൾ വെണ്ടയുടെ ഭംഗിയൊക്കെ കണ്ട് കുറേയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതുകൊണ്ട് ഡിഷ് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം കുറച്ച് ഞങ്ങളെ തോട്ടമൊക്കെ കാണിച്ചിട്ട് പിന്നെ കുക്കിങ്ങിലേക്ക് കടക്കാമെന്ന്. ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ പണ്ട് തൊട്ടേ ലക്ഷ്മി നായരുടെ വീഡിയോസൊക്കെ കാണുമ്പോഴും ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ കാണും, പക്ഷെ അതൊന്നും ഉണ്ടാക്കണം എന്നില്ല. പക്ഷെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷ് കണ്ടാൽ അത് എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കി നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് വെണ്ടയ്ക്ക കിച്ചടി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ വെണ്ട പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പറിക്കുന്ന സമയത്ത് ഇത് പ്ലേറ്റിൽ വീണ് കേട്ടാൽ അറിയാം താഴെ എൻ്റെ ഭർത്താവ് മുളക്ക് എണീറ്റുണ്ടാവും. കാരണം കുറേയൊക്കെ മൂത്ത് പോയിട്ടുണ്ട് വെച്ച്. എന്തായാലും മൂക്കാത്തത് നോക്കി നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ: വെണ്ട, ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മോരാണ്, വീട്ടിലുള്ള ആട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. പിന്നെ കറിവേപ്പില, ചീര, മുളകാണ് എടുത്തിരിക്കുന്നത്. വെണ്ട നമ്മൾ അടുപ്പിലേക്ക് ഇടുന്നു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. കറിവേപ്പിലയും നമ്മൾ ഇതിലേക്ക് ഉപ്പിടുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഉപ്പിട്ട് വെച്ച തൈര് അവിടെ എടുത്ത് വയ്ക്കുക. ഞാൻ ഇപ്പം മോരാണ് എടുത്തത്, പക്ഷെ ആ തൈരിലേക്ക് ഈ സംഭവം ഇട്ടിട്ട് നമ്മൾ ഇളക്കിയാൽ മാത്രം മതി. നമ്മൾ വെണ്ടയ്ക്ക കിച്ചടി റെഡിയാണ്. അപ്പോൾ ഉപ്പിട്ട് വെച്ച മിൽമ തൈരൊക്കെ ആണെങ്കിൽ, നല്ല കട്ടയ്ക്കുള്ള തൈരാണെങ്കിൽ ഇത് നല്ലൊരു പ്രത്യേക ഭംഗി വരും. ആ വെളിച്ചെണ്ണയിൽ ചേർന്ന് കിടക്കുന്ന വെണ്ട അതിലേക്ക് ഇടുമ്പോൾ. അപ്പം എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.